ആയിപ്പോയി. അപ്പം എന്റെ ഇന്റർവ്യൂവിന് മുന്നേ ഒരു 2 മണിക്കൂർ മുന്നേ മറ്റൊരു കുട്ടിയുടെ ഇന്റർവ്യൂ ഉണ്ടായിരുന്നു. ആ കുട്ടി ഇപ്പൊ ഈ ഷോയിനകത്തുണ്ട്. ക്യൂട്ട്നെസ് വാരി എറിഞ്ഞിട്ട് ഷോയ്ക്കകത്തുണ്ട്. സോ എന്ത് റീസൺ ആയിക്കോട്ടെ, ഞാൻ ഒരിക്കലും ഒരുപാട് പേരുണ്ട് പല രീതിയിലുള്ള അഡ്ജസ്റ്റ്മെന്റിനും പല കാര്യങ്ങൾക്കും ഓക്കെ. എന്നെക്കാളും പ്രായം കുറഞ്ഞവരാണെങ്കിലും പെട്ടെന്ന് ഇങ്ങനെ പൊട്ടിമുളയ്ക്കുന്ന ആൾക്കാരാണെങ്കിലും ഒരുപാട് അവര് മുന്നേറുന്നുണ്ട്. അങ്ങനെ മുന്നേറുന്നവർ മുന്നേറിക്കോട്ടെ. അപ്പോൾ എന്താ പറയാ, അഖിൽമാരാര് തുടങ്ങി വെച്ചു ഈ ചാനലിനകത്ത് ഈ ബിഗ് ബോസിലേക്ക് സെലക്ട് ചെയ്യുന്ന ഈ കമ്മിറ്റി പാനൽ, അതിലുള്ളവര് ഇതുപോലത്തെ ചില പ്രശ്നങ്ങളൊക്കെ ചെയ്യുന്ന ചില 1-2 ആളുകളുണ്ട്. അവരുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വഴങ്ങിക്കൊടുത്തെങ്കിൽ മാത്രമേ അവർക്ക് ചാൻസ് കിട്ടുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് അഖിലിന്റെ ഇപ്പൊ 2-3 ദിവസമായി ഏറെ വൈറലായി വിവാദമായിക്കൊണ്ടിരിക്കുന്ന കുറച്ച് സംഭവങ്ങളെല്ലാം അഖിൽമാരാര് പറഞ്ഞിരുന്നു. ഇപ്പോ അത് പറഞ്ഞതിന് ശേഷം ഓരോരോ യുവതികളായിട്ടാണ് വെളിയിൽ വരുന്നത്. കഴിഞ്ഞ ദിവസം ഒരു യുവതിയുടെ വീഡിയോ ഉണ്ടായിരുന്നു. എന്നെയും ഇതുപോലെ കൂടെ കിടക്കുകയാണെങ്കിൽ മാത്രമേ ചാൻസ് കിട്ടുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ആ ചാൻസ് വേണ്ട എന്ന് പറഞ്ഞ് പോയി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇപ്പൊ വേറൊരു യുവതിയാണ് വന്നിട്ടുള്ളത്. ഇത് നമ്മളെല്ലാം വീണ്ടും കേൾക്കുന്നതൊക്കെ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകളാണ്. കാരണം ഒരാളത് ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞപ്പോൾ നമ്മൾക്ക് വേണ്ടി ശബ്ദിക്കാൻ ആളുണ്ട് എന്നുള്ള തോന്നലുകളായിരിക്കാം മേ ബി ഈ യുവതികളെല്ലാം ഇങ്ങനെ ഇപ്പൊ എനിക്കും ഇങ്ങനൊരു അനുഭവം ഉണ്ട് എന്ന് പറഞ്ഞിട്ട് വരുന്നത് എന്ന് എനിക്ക് തോന്നുന്നു. സോ അപ്പൊ ഇത് എനിക്ക് ഈ പ്രൊഫൈൽ ആരാണെന്ന് എനിക്ക് ഇനിയും ആളെ പിടികിട്ടിയിട്ടില്ല. സോ ഞാനിപ്പോ ഈ 4th ജംഗ്ഷൻ എന്ന് പറയുന്നവരുടെ ഇൻസ്റ്റാ പോസ്റ്റിലാണ് അവർ ഈ ബിഗ് ബോസ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് സംഭവങ്ങൾ അവർ പറയുന്നുണ്ട്. സോ അതിലാണ് ഞാൻ കണ്ടത്. അപ്പൊ അവരുടെ വീഡിയോ ആയതുകൊണ്ട് കുറച്ച് ഞാൻ എടുത്തിട്ടുള്ളൂ. അതിൽ ഫുൾ ആയിട്ട് കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട്. സോ അപ്പൊ എന്താ പറയുന്നതെന്ന് പറഞ്ഞാൽ, ഈ കുട്ടി ഓഡീഷനിൽ പങ്കെടുത്തു. അപ്പൊ ഇതുപോലത്തെ ഒരു സംഭവം അവർ ചോദിച്ചു. അപ്പൊ എന്നെ കൊണ്ട് പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ അവര് അറിയിക്കാം എന്ന് പറഞ്ഞിട്ടാണ് ഇത്ര വിട്ടത്. പിന്നെ അതുവരേക്കും നന്നായിട്ട് സംസാരിച്ചുകൊണ്ടിരുന്നതിന് ശേഷം ഈ കുട്ടി പറ്റില്ല, അവരൊരു കാര്യം പറഞ്ഞു, അത് പറ്റില്ല എന്ന് പറഞ്ഞു. ആ പറ്റില്ല എന്ന് പറഞ്ഞതിന് ശേഷം അങ്ങോട്ട് പിന്നെ ഈ നിമിഷം വരെ വിലയുണ്ടായില്ല എന്നും കുറെ സംഭവങ്ങൾ അതിനെ കുറിച്ച് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ കുട്ടിക്ക് മുൻപേ 2 മണിക്കൂർ മുൻപേ ഇന്റർവ്യൂ നടത്തി അവര് ഒരു പക്ഷെ ഇങ്ങനെയൊക്കെ ആയതുകൊണ്ടായിരിക്കും അവര് ചോദിക്കുന്നത് പോലെ അവര് പറയുന്നത് പോലെയൊക്കെ ആയതുകൊണ്ടായിരിക്കും ഇപ്പൊ അവര് ഈ 6-ൽ, അതായത് സീസൺ 6ന്റെ കാര്യമാണ് പറയുന്നത്. സോ ഇതിൽ പങ്കെടുത്തിട്ടുണ്ട്. ഈ ഷോയ്ക്കകത്ത് ഉണ്ടെന്ന് പറയുന്നത് ക്യൂട്ട്നെസ് ഓവറായിട്ട് വാരി വിതറിക്കൊണ്ട് ഈ ഷോയിൽ ഉണ്ട് എന്ന് പറയുമ്പോൾ ഈ കുട്ടിയുടെ ബോയ് ഫ്രണ്ട് പറഞ്ഞെന്ന് എന്താണ് നിനക്ക് സെലക്ഷൻ കിട്ടിയില്ല, കാരണം നിന്റെ അത്രയും പോലും ഇല്ലാത്തവരൊക്കെ ഈ ഷോയിൽ ഇങ്ങനെയൊക്കെ വന്ന് കാണിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ നമ്മളുടെ മുൻപിലും ഒരു ക്വസ്റ്റ്യൻ മാർക്കാണ്. ഇതാരായിരിക്കും? ക്യൂട്ട്നെസ് ഓവർലോഡായിട്ട് വാരി വിതറിയ ആള് ആരായിരിക്കും? ആരെയൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്? ഇപ്പൊ മൊത്തത്തിൽ നമ്മുടെ ഗേൾസിൽ പറയുകയാണെങ്കിൽ ജാസ്മിൻ ഉണ്ട്, നോറയുണ്ട്, ശ്രീതു ഉണ്ട്, പിന്നെന്താണ് അപ്സരയുണ്ട്. എന്തായാലും വൈൽഡ് കാർഡായിട്ട് വന്ന നന്ദന ആണോ എന്നുള്ളത് പറയാൻ പറ്റില്ല. വൈൽഡ് കാർഡ് ഇപ്പോഴല്ലേ വന്നത്. ഇപ്പൊ ഇനി നന്ദനയും ചേർത്തി പറയുന്നോ എന്നുള്ളത് അറിയില്ല. പിന്നുള്ളത് ആരാണ്? ഈ പെൺകുട്ടികൾ എന്ന് പറഞ്ഞിട്ട് പറയുമ്പോൾ പിന്നെ അപ്സര, ശരണ്യ, ശ്രീരേഖ, അവരൊക്കെ പിന്നെ ആരെങ്കിലും ഞാൻ വിട്ടുപോയി ഓർക്കുന്നില്ല. അവരൊക്കെ പിന്നെ മാരീഡ് ആയതുകൊണ്ട് അവർ ഒഴിവാക്കിയതാണോ? സോ ആകെ മൊത്തം നമ്മൾ ഈ കാണുന്ന പ്രേക്ഷകര് മൊത്തം കൺഫ്യൂഷനായി. ഇങ്ങനെ ഒരു ആരോപണം വന്നു. എന്തായാലും സധൈര്യം യുവതികളെ ഓരോരുത്തരും മുന്നോട്ട് വരാൻ തുടങ്ങി. അതും പ്രത്യേകിച്ച് അഖിൽ പറഞ്ഞതുകൊണ്ടാണ്. അഖിൽമാരാർ ഇതുപോലെ പറയുന്നതുകൊണ്ട് വെളിയിൽ നമുക്ക് ഇങ്ങനെ ഒരു സപ്പോർട്ട് ഉണ്ട്. അതുകൊണ്ട് ഒരാൾ ഇതുപോലെ ശബ്ദിക്കുമ്പോൾ നമ്മൾക്ക് ഉണ്ടായ അനുഭവം ഒരാൾ വെളിയിൽ വന്ന് പറയുന്നു എനിക്കിതുപോലെ അനുഭവം ഉണ്ടായെന്ന് പറയുന്നു. ഇപ്പൊ അടുത്ത 2ാമത് ആൾ വരുന്നു. അപ്പൊ ഇനി ഒരുപാട് പേര് ഇതിനകത്ത് വരാനുണ്ടാവും, നമ്മളതൊന്നും അറിയില്ല. അപ്പോൾ ഇതുപോലെ ചിലപ്പോൾ പറയില്ലേ, ഈ കുടുംബത്തിൽ പിറന്നവർക്ക് പറഞ്ഞിട്ടുള്ളതൊന്നും അല്ല എന്ന് പറയുന്ന പോലെ ചിലർക്ക് ഈ ഇതുപോലത്തെ ഒരു ഷോയിൽ വന്ന് ഫെയിം ആകണം എന്നുള്ളത് ഉണ്ടാവുമായിരിക്കും. പക്ഷെ ഇങ്ങനെ പോകുമ്പോൾ ചില തടസ്സങ്ങൾ അല്ലെങ്കിൽ ഇതുപോലത്തെ ചിലരുടെ ഇഷ്ടത്തിന് വഴങ്ങി കൊടുക്കണം എന്ന് പറയുമ്പോൾ ഇനി അങ്ങനെ ഫെയിം ആകണ്ട എന്ന് പറഞ്ഞ് തിരിച്ചു പോകുന്നവരും ഉണ്ടാകാം. ചിലവര് ഇപ്പൊ ആരും അറിയില്ലല്ലോ എന്ന് പറഞ്ഞിട്ട്, ഇതൊക്കെ നമ്മൾ പറയുന്നത് കേൾക്കുമ്പോൾ പറയുന്നതാണ് കേട്ടോ. പക്ഷെ ഒരാളെ പറ്റി നമുക്ക് ഇന്നാൾ എന്ന് പറഞ്ഞൊന്നും നമുക്കത് പറയാൻ പറ്റില്ല. നമ്മുടെ മുൻപിലൊന്നും തെളിവില്ല. പക്ഷെ ആരോപണങ്ങൾ നിറയെ കേൾക്കുന്നുണ്ട്. അതെല്ലാം നമുക്ക് അങ്ങനെയൊന്നും ഇല്ലെന്നും പറയാൻ പറ്റില്ല. അതുപോലത്തെ വ്യക്തമായിട്ടുള്ള തെളിവുകളൊക്കെ കയ്യിൽ വെച്ചുകൊണ്ടാണ് അഖിൽ പറയുന്നത്.
ഇപ്പൊ അഖില് പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ ഇനിയും കൂടുതൽ സത്യമാണ് എന്ന് ഉറപ്പിച്ച് പറയത്തക്ക വിധമാണ് ഓരോരോ യുവതികൾ തെളിവുമായിട്ട് ഇങ്ങനെ ഞങ്ങൾക്കും അനുഭവമുണ്ട് എന്ന് പറഞ്ഞ് മുന്നോട്ട് വരുമ്പോൾ നമ്മൾക്ക് എങ്ങനെയാണ് അഖില് പറഞ്ഞത് വെറുതെ ചുമ്മാ കിടന്ന് ലൈവില് കാറി കൂവിയതാണെന്ന് അങ്ങനെ പറയാൻ പറ്റുമോ? അല്ലല്ലോ. ഇതുപോലെ പറയാനും ഒരു ഗഡ്സ് വേണം, ഒരു ധൈര്യം വേണമല്ലോ. ഇത്രയും വലിയ ഒരു ചാനലിനും വലിയൊരു ഷോയ്ക്കും എതിരെയാണ് ഈ പറയുന്നത്. സോ കഴിഞ്ഞ ഇതിൽ ടൈറ്റിൽ വിന്നറുമാണ്. അപ്പൊ ഇത്രയും ഇതോടെ പറയണമെങ്കിൽ അവിടെ എന്തോ ഇല്ലാതെ പറയില്ല. അതുപോലെ ഇപ്പോൾ അഖിൽ പറഞ്ഞു കഴിഞ്ഞ താമസം ഓരോരുത്തർ ഞങ്ങൾക്ക് ഇതുപോലത്തെ അനുഭവം ഉണ്ട് എന്ന് പറഞ്ഞു വരുമ്പോൾ നമ്മൾക്കെല്ലാം ആകെ എന്താ ഇതിനകത്ത് സംഭവിക്കുന്നത് എന്നുള്ളതാണ്. ഒരാളും ഇതുപോലെ വരാതിരുന്നാൽ എല്ലാം നമുക്ക് ഊഹാപോഹങ്ങളാണ് എന്ന് പറയാം. പക്ഷെ അങ്ങനെയല്ലല്ലോ. യുവതികൾ പെൺകുട്ടികൾ വരികയാണ്, ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായി, ഞങ്ങളിങ്ങനെ പോയപ്പോൾ ഇങ്ങനെ പറഞ്ഞു, അതുകൊണ്ട് ഞങ്ങൾ ഷോയിൽ പങ്കെടുക്കുന്നില്ല എന്ന് പറഞ്ഞ് അവരവരുടെ ലൈവും കാര്യങ്ങളും വീഡിയോയും പ്രേക്ഷകർക്ക് മുൻപിൽ ഈ ജനങ്ങൾ ഇത് കാണട്ടെ എന്ന് പറഞ്ഞ് വിടുമ്പോൾ നമ്മളെല്ലാം ഞെട്ടിത്തരിച്ചു പോവുകയാണ്. ഇതിന്റെ പിന്നിൽ ഇത്തരം ഇതുപോലത്തെ വൃത്തികെട്ട കഥകളും നാടകങ്ങളൊക്കെ നടക്കുന്നുണ്ടോ എന്നുള്ളത്. ഇതിൽ ആരുടെയൊക്കെയോ താല്പര്യത്തിന് വേണ്ടിയിട്ട് ഓരോരുത്തരുടെ എന്താ പറയുക കഴിവുള്ളവരെല്ലാം ഇതിൽ പങ്കെടുക്കാൻ പറ്റാതെ തിരിച്ചു പോകേണ്ടി വരുന്ന ഒരു അവസ്ഥയൊക്കെയാണ് ഇപ്പം നമ്മൾ കാണേണ്ടി വരുന്നത്. സോ ഇതിപ്പോൾ എനിക്ക് ഒരു ഫുൾ കാണിക്കാൻ പറ്റില്ല. അപ്പോൾ ഈ പറഞ്ഞത് എന്താന്ന് പറഞ്ഞാൽ ഇപ്പൊ ഈ പെൺകുട്ടി ഈ യുവതി പറഞ്ഞ കണക്കാണെങ്കിൽ ഇപ്പൊ നമ്മുടെ ഈ ബിഗ് ബോസ് സീസൺ 6 പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ഈ ക്യൂട്ട്നെസ് വാരി വിതറിയായി എന്ന് പറയുമ്പോൾ കുറെ പെൺകുട്ടികൾ അതിനകത്തിന്റെ ഇതിൽ ഇവർ ആരെയാണ് ചൂണ്ടുന്നത്? അങ്ങനെയെങ്കിൽ ഇതെല്ലാം കഴിഞ്ഞിപ്പോൾ അവർ പുറത്തു വന്നു കഴിയുമ്പോൾ ഒരു വലിയൊരു വിവാദത്തിലേക്ക് അല്ലെങ്കിൽ വലിയൊരു പ്രശ്നത്തിലേക്കായിരിക്കുമല്ലോ പോവുക. ഇപ്പൊ കണ്ടസ്റ്റന്റുകൾ ഇതിനകത്തിരിക്കുന്നു, അവർക്ക് പുറത്ത് എന്ത് നടക്കുന്നു എന്നുള്ളത് അറിയില്ല. ആക്ച്വലി ഇപ്പൊ 2-3 ദിവസമായിട്ട് ബിഗ് ബോസ് വീട്ടിനകത്ത് ഇപ്പോ നടക്കുന്ന ഒരു ഗെയിം, അതായത് സിബിൻ പുറത്തു പോയതിനു ശേഷം നടക്കുന്ന ഒരു ഗെയിമിനേക്കാൾ ഇപ്പൊ പ്രേക്ഷകർക്കിടയിൽ വെളിയിലാണ് ഏറ്റവും വലിയ ഗെയിം നടക്കുന്നത്. സോ അതിനെക്കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.